ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും പഴമൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അപ്പോൾ സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് എന്ത് റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിലും അത് കുതിർത്തെടുത്തിട്ടാണല്ലോ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതും കുറച്ചധികം സമയം കുതിർത്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം കുതിർത്ത് വെച്ചാൽ നല്ലപോലെ അരച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മധുര പലഹാരമാണ്. അപ്പോൾ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല മധുരത്തോടെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരച്ചെടുത്ത ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പൊളിന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു മാവിൻ്റെ പരുവം. ഇനി ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് മാവ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ഒരുപാട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കുറച്ചല്ലേ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു മുട്ടയും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിന് പകരം ഓയിലും ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാഷ്യൂ നട്ട്സ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഇത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്ത് നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര കുറവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പഴം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പാൻ തന്നെ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 തവി മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് അപ്പം പോലെ ചുട്ടെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ വെക്കുമ്പോൾ ഈ ഒരു അപ്പം പാനിൽ നിന്ന് വിട്ടുവരും. ആ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ അപ്പം എടുത്തിട്ട് അതിൻ്റെ കുറച്ചൊരു സൈഡിലായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം ഒരു വശം മടക്കിയിട്ട് മറ്റ് 2 വശവും ഇങ്ങനെ ഇതുപോലെ മടക്കുക. എന്നിട്ടൊന്ന് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത്, അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ അപ്പം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊട്ടി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണം. ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് പിന്നെ 2 സൈഡും ഒന്ന് ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചല്ലോ, അതിലൊന്ന് മുക്കിയെടുത്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഓരോന്നെടുത്ത് ഡയറക്റ്റായിട്ട് ഈ ഒരു മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഈ ഒരു അപ്പം വേവിച്ചതാണ്, അതുപോലെ തന്നെ ഇതിനുള്ള ഫില്ലിങ്ങും നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ രണ്ട് വശം ഒന്ന് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നുറുക്കുഗോതമ്പും പഴമൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്